സൈക്കിളിന്റെ 2 ബ്രേക്കും പോയി, ഫുള്ള് കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല. കഴിഞ്ഞ് ഇവിടുന്ന് കുത്തനുള്ള ഇറക്കാം. എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ നമ്മൾ ഇന്നലെ നിന്നത് ഈ കാണുന്ന വീട്ടിൽ, ഈ വീടിൻ്റെ ഉള്ള സൈക്കിൾ അവിടെ വെച്ചു. സൈക്കിൾ അതിൻ്റെ ഉള്ളിൽ ഷട്ടറൊക്കെ അടച്ചിട്ട് വരും. ഇതവരുടെ കിച്ചൺ. ഈ മക്കളെ ഇവിടെ നിന്ന് നല്ല തണവെന്ന് പറഞ്ഞാൽ ഒരുമാതിരി തണവ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണവാണ്. ഇത് ഇവിടുത്തെ പോകുമ്പോഴേക്കുള്ള ചെറിയൊരു സെൻറ്ററാണ്. ഈ വേറെ സെൻറ്ററൊന്നും കാണാനില്ല കേട്ടോ ഇവിടുന്ന്. എന്ന് പറഞ്ഞാൽ സാപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 45 കിലോമീറ്റർ ആയിട്ടുണ്ടാവില്ലേ, അതിൻ്റെ ഉള്ളിൽ വന്നതാണ്. ഈ പ്ലേസ് का नाम क्या है? पालीजी. पालीजी. आपका ट्राइब कौन सा है? आपका ट्राइब? आपका ट्राइब. आपका ट्राइबिൽ വിട്ട ആൾക്കാരുണ്ട്. ബൈ വന്നുണ്ട്. ഹൈ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മളിനി ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ്. കണ്ടില്ലേ, ഇതാണ് വ്യൂ. കയ്യൊക്കെ മാറി വെച്ചിട്ട് ഇവിടെ കുറേ വണ്ടികൾ ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ബാക്കിൽ പെണ്ണ് ഇന്നലെ അറ്റാക്ക് ആയിട്ടാണ്ട് ഭരിച്ചിട്ടുണ്ടെന്ന്. 30 വയസ്സായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ഇന്നലെ ഫുള്ള് ഇവിടെ തിരക്കുമ്പോൾ വളർന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്ന് പെട്ടത് ഇന്നലെ ഇവിടെ. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മെല്ലെ അവിടെ നിന്ന് പോകാൻ നോക്കട്ടെ കേട്ടോ. കയ്യൊക്കെ മാറി വെച്ചു. അങ്ങനെ നമ്മൾ ഇവിടെ പോണ നേരത്ത് ഇത് പറഞ്ഞു ചായയൊക്കെ എടുത്തിട്ട് പോകണം. ഞാൻ വെറുതെ ചോദിച്ചു നിങ്ങളുടെ അക്ക ട്രൈബിൻ്റെ വല്ല ചെയിനോളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ട്രഡീഷണൽ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രീതി കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. दीदी आपका नाम बोलो. मेरा नाम बाजिम. बाजिम. बाजिम तिसासो. मैं बालाजी बेस कामिंग का हूँ. हाँ, ये अरुणाचल में ये कौन सा प्लेस है? बालाजी. बालाजी. हाँ, ഇതൊക്കെയാണ് സാധനങ്ങൾ. ये सामान तो बहुत ज़्यादा है लेकिन मैं नहीं दिखा पाऊंगी ना. जितना लेके आया उतना दिखाऊंगी. ये हम लोग का लेडीज का. ये पूरा हाँ आपका ट्रेडिशनल है. हाँ, और भी चाहिए इसमें, और भी है. इसका पूरा ज़्यादा प्राइस है? हाँ, इसका बहुत प्राइस है. ये लोग का तो बहुत ज़्यादा. हाँ, ये लोग ना ऐसे देखता है, बारी भी बहुत है. इसका क्या बोला है? ये जो हम लोग बोलते हैं गजो ना, ऐसा ऐसा करके पहनते हैं. हाँ, ये चेन नहीं है. ये चेन नहीं है, ये माला है. माला से बुनना जाता है. हाँ, ओके. हाँ, बुनना पड़ता है. बुना. हाँ, बुनना मतलब कि बनाना पड़ता है. हाँ, बनाना पड़ता है. हाँ, ये लोग सब साथ में पहनते हैं. हाँ, ये पूरा लेडीज का है? नहीं, ये जेंट्स का है. ये जेंट्स का ये है. गागा बोलते हैं, गागा. हागा. गागा. हाँ, हाँ, ऐसे. ये वाला जेंट्स का. ये चेन लेडीज का. हाँ, ये लोग लेडीज का. हाँ, मैं सब सामान नहीं लाया हूँ जो ले सकता है. ये बोलते हैं फुबालम. कान का. हाँ, फुब्बालम. इसका साथ है. हाँ, और ये गिटर. गिड्र. हाँ, ये आपका. हाँ, बड़ा वाला आपका. हाँ, बड़ा. हाँ, और ये है टिक्के ना, टिक्के. टिक्के. हाँ, ओके. ऐसे जाएंगे. हाँ, ये हम करके दिखाएगा. हम लोग का ड्रेस जो सुंदर होता है ऐसे करके. हाँ, ओके. और ये झुमका जो पीछे में ऐसा. हाँ, हाँ, ओके ओके. हाँ, അങ്ങനത്തെ ഒരു സാധനങ്ങളാ. इतना ही है. इतना ही. हाँ. हाँ, और ये जो चेन. चेन. माथा का ऐसा. हाँ, हाँ, ओके. माथा का हाँ, ऐसे करके. इतना ही है. इसका पूरा आपका ट्रेडिशनल कॉस्ट्यूम है. हाँ, हाँ, इसमें बहुत है और भी. इसका ज़्यादा है. हाँ, हाँ, इसका साथ में और भी ज़्यादा है लेकिन हाँ. नहीं लाया है मैं. जितना है ऐसे थोड़ा दिखाने के लिए. ओके. बहुत ज़्यादा दाम भी बहुत ज़्यादा है. हाँ, दाम भी. जो हम लोग ठाज बोलते हैं. ये बॉयज़ का अलग कलर है. बॉयज़ का. ये बॉयज़ का है. हाँ, ओके. ऐसे. बहुत सारा सामान बहुत भारी है. हाँ, हाँ, ये ज़्यादा वेट है. हाँ, बहुत है. हाँ. तो इतना ही है. हैं? इतना ही है. हाँ. हो गया ना. हाँ, ഞാൻ ഇതൊക്കെയായിട്ട് വേറെ സാധനങ്ങൾ കണ്ടില്ല. ഇത്രയ്ക്ക് അധികം സാധനമുണ്ട്. ഇഞ്ഞുണ്ട് എന്ന് പറയുന്നത്, ഇതിനും കുറേ ഉണ്ടെന്ന് പറയണേ. ये पितला. ये क्या है? ना, चांदी. 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 हाँ, सब प्योर चांदी है ये. हाँ. चांदी से बनता है. ചാന്തി എന്നൊക്കെ പറയും ഈ സാധനത്തിന്. വെള്ളിയല്ല അത്. ഈ ആ ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയില്ല. ഇവിടുന്ന് സ്വീകരണം. എന്താ ചെയ്യാല്ല, എല്ലാവരും സ്വീകരണം. ചുവപ്പ് കളറ്. ഇത് അക്ക ട്രൈബിൻ്റെ ആട്ടാ. ഇന്നലെ വീട്ടിലത്തെ ആൾക്കാർ ഇട്ടെന്താ. അയ്യോ, കാലത്തന്നെ ഗംഭീരമായിട്ടാ.
ഇനി എന്തോരം പോകണമെന്ന് അറിയില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. കയ്യൊക്കെ തണുത്ത് മരവിച്ചു. ആകെ ഇറങ്ങിയിട്ടുള്ളപ്പോഴേക്കും മരവിച്ചു. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് പോവാഞ്ഞ് തണൊക്കെ ഭയങ്കര കൂടി തുടങ്ങിയിട്ട് സീന. ചില്ലറ കയറ്റില്ലാട്ടാ, ഗംഭീര കയറ്റാ. തള്ളി തള്ളി ഉപ്പട്ടായി നല്ല വെയിലിൻ്റെ ഇടയിൽ ഒക്കെ കൂടി കിട്ടുമ്പോൾ പ്രത്യേക സുഖം. നല്ല ചൂടും ഒക്കെ കൂടി നമ്മൾ ചൂടും ഉണ്ട് തണവും ഉണ്ട്. ഒരുമാതിരി മുഖത്തേക്ക് വെയിൽ അടിക്കുന്നുണ്ട്. ഒരുമാതിരി വൃത്തി കേട്ട അവസ്ഥ. ഇന്നലെ തൊട്ടിട്ട് തള്ളണം നാട്ടെ കയറ്റം കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. സാധാരണ ഒരു ദിവസം തള്ളി കഴിഞ്ഞാൽ പിറ്റേ ദിവസം പറക്കം കിട്ടാറുണ്ട്. ഇത് കാലത്തിന് എൻ്റെ വലിയ കയറ്റമാണ്. അങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ. എന്തോ പറ്റീൻ്റെ എവിടെയുണ്ട്. കയറ്റത്തിൽ സാധാരണ 30-35 കിലോമീറ്ററൊക്കെ നിർത്താറുള്ളതാണ്. ഇന്നലെ ഒരു 45-ൻ്റെ ഉള്ളിലാണ്ട് കയറിയുള്ളത്. കൂടുതൽ ചവിട്ടിയായിരുന്നു പണി കളി തന്നുണ്ട്. അല്ലെങ്കിൽ നല്ല റോട്ടിലെടുക്കണ്ടെന്ന് പറഞ്ഞേ. അയ്യോ വണ്ടികൾ നേരം വെളുത്ത കാരണം കൊണ്ട് കുറച്ച് പോകണല്ലോ. 9 രൂപയായി. ആകെ 2-3 വണ്ടിക്ക് കാണണം. ആകെ കടകളൊന്നും കാണാനില്ല. അയ്യോ ഇനി മുകളിലേക്ക് കയറ്റാണോ? പക്ഷേ എൻ്റെ പൊന്നു കയറ്റം നോക്കി മുകളിൽ ഓപ്പോസിറ്റ് അവിടെ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ട ആ വഴിയാണ് കാണിക്കണേ. വേറെ വഴിയൊന്നുമില്ല. അടുത്ത വണ്ടിക്ക് കിട്ടി. പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ചലഞ്ച് വയ്ക്കാം. ഇവിടെ നിന്ന് അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട് അല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല മക്കളെ. വേറെ വഴിയില്ല. ഇതന്നെയാണല്ലോ തള്ളുക. തള്ളു 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 തള്ളു. അയ്യോ കിതച്ചിട്ടേ ഇന്നേക്ക് പിന്നെ 1, 2, 3 രൂപ വെള്ളമുണ്ട്. കാരണം കുഴപ്പമില്ല. 2 ഓറഞ്ച് കണ്ടിട്ടുണ്ട്. പിന്നെ കയ്യിൽ തൽക്കാലം പിടിച്ച് കാണുന്നുണ്ട്. ഇതിനിപ്പോൾ എന്തൊക്കെയുള്ളത് അറിയണില്ല. സെൻട്രൽ സ്റ്റാൻഡ് ഇടാൻ പറ്റുന്ന പറഞ്ഞു. സെൻട്രൽ സ്റ്റാൻഡ് തിരിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇത് ആരെങ്കിലും പിടിച്ചാലാണ്ട് നോക്കാനും പറ്റില്ല. ഇവിടെ എവിടെയെങ്കിലും സൈക്കിളൊക്കെ ഉണ്ടാവും, സൈക്കിളോടൊക്കെ ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാണ് പോണേ. എന്തോരം ദൂരം പോയി കഴിഞ്ഞാണോ കിട്ടുക. ഇനി പറക്കിറങ്ങുമ്പോൾ സ്പീഡില്ലാത്ത തന്നെ അതെടുത്ത പണിയുണ്ട്. ഇപ്പോൾ തള്ളി പോണേക്കാളും കുറച്ചും കൂടി സ്പീഡിലാണ് ഇറക്കിറങ്ങുമ്പോൾ കിട്ടുക. എന്തോ പറ്റിയിട്ടുണ്ട്. ഫ്രണ്ട് വീലാ ബാക്ക് വീലാന്ന് അറിയുന്നില്ല. ചവിട്ടട്ടെ. എന്ത് കയറ്റ മക്കളെ. തീരുന്നില്ലട്ടെ. എത്ര നേരമായി നോക്കി. അവിടെ അറ്റത്ത് കുറച്ച് വീടുകളൊക്കെ കാണാണ്ട്. കണ്ട എന്നാൽ ഈ മലയിൽ കൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകണം. എന്താ വഴി ഇതിൽ കൂടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ലെഫ്റ്റിക്കാ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവോ അറിയില്ല മക്കളെ. ഒരു കട എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന കട വീട് എന്തിട്ടാന്ന് അറിയില്ല. ഒരു കട ഉണ്ടാവാണ്ടിരിക്കില്ല എന്തായാലും വീട്ടിലുള്ള കാരണം. അവിടെ പോയി നോക്കണം. ഓ ഉപ്പാടായി. തേങ്കാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 64 കിലോമീറ്റർ. എങ്ങനെയെങ്കിലും തേങ്ങ എത്തണം. എപ്പോഴും വീട്ടിൽ സ്റ്റേ കിട്ടിയില്ലെങ്കിൽ പെടും ഞാൻ. സ്ലീപ്പ് മേ കൊണ്ട് കപ്പാസിറ്റി ഇല്ല എൻ്റെ. അപ്പോൾ സ്ലീപ്പ് മേ ഇല്ലെങ്കിൽ പെട്ടുപോകും ഞാൻ. തേങ്ങ എത്തിക്കണോ അത് പോകണോ വേണ്ടതെന്നുള്ള ആലോചിക്കണേ. എന്തായാലും പോട്ടെ. അല്ലാണ്ട് വേറെ പാകില്ല. എന്തെങ്കിലും കുന്നാ തീരുന്നില്ല. ഒരുമാതിരി വൃത്തിയായിട്ട് കുന്നോളൂ കേട്ടോ. സാധാരണ ഇറക്കണ്ടാവും. ഇന്നലെ തൊട്ടിട്ടുള്ള കയറ്റം തീർന്നിട്ടില്ല. നോക്കിയേ എന്ത് കയറ്റം എന്ന് പറയും. നോക്കി ആ കുന്നിൻ്റെ മണ്ടയ്ക്ക് എത്തണോ? പുറത്തൊന്നല്ല. ശരി മക്കളെ. അങ്ങനെ നമ്മൾ ഈ ആ കുന്ന് കയറി എത്തി മക്കളെ. പറയണ്ട. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫുള്ള് കയറ്റണം. ഇനി ഇവിടുന്ന് കടയില്ല. ഇപ്പം ഇത്ര ദൂരം വന്നിട്ട് ആകെ ഒരു കടയാണ് കിട്ടിയത്. ഇനി കടകളുണ്ടാവില്ല എന്ന് പറഞ്ഞേ. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 12:15. ഇനി ഒരു തീ എത്തില്ല എന്ന് പറയണ പോണത്. ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെന്ന് തോന്നുന്നില്ല. പോസ്റ്റാണ് കാര്യങ്ങൾ. ഇവിടുത്തെ കടയിലൊന്നും പാകം കിട്ടുന്നത് മാഗി മാത്രമല്ല, വേറെ ഒന്നുമില്ല. കട്ട പോസ്റ്റാണ് മക്കൾ ഇവിടെയൊക്കെ. ഹായ്, എനിക്ക് നല്ല രസമുണ്ടല്ലോ. അല്ലാത്തനെയും കാണാൻ നല്ല രസം. ഇവിടെ ഉണ്ടോളാണ് ഫുള്ള്. കള്ളവിടെ കിടക്കുന്നുണ്ട്. നല്ല പെടപടിക്കുന്നു അവിടെ പോയി കഴിഞ്ഞാൽ. ചെക്കൻ കിടക്കുന്നു. നോക്കി ഹായ് ഹായ്. അങ്ങനെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഉപ്പാട കളിക്കുന്നുണ്ട്. എന്താ ഇവിടെ മാഗി വേറെ രസമില്ല മക്കളെ. ഈ ഒരു കടയാണ് കേട്ടോ. ഇവിടെ ഇത്ര ഈ ടേണ് വരെ ഫുള്ള് വീടുകളാണ്. ആകെ ഒരു കട മാത്രമുള്ളത്. പിന്നെ വേറൊരു കട ഉണ്ട്. അവിടെ മറ്റേ ലേസ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്നു. ഒരൊറ്റ കടയില്ല. ഹായ്.
അങ്ങനെയാണ് പരിപാടി. അമ്മോ വയ്യ. അയ്യൻ്റെ പൊന്നോ കയറ്റം കഴിയില്ല മക്കളെ. ഈ സാധനം കണ്ട കൈമിലൊക്കെ തടിച്ചിട്ട് അതാണെന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സാധനം ഒന്ന് കടിക്കണതാ. അതാണെന്ന് കാണാൻ പറ്റില്ല. ചെറിയ സാധനം മൂട്ടേരെ പോലത്തെയൊക്കെ പക്ഷെ പറക്കും ചെയ്യും. അങ്ങനത്തെ ടൈപ്പാ. നമ്മളിപ്പോൾ നിൽക്കണ സ്ഥലം കണ്ട കയറി കയറി 2 സൈഡ് മക്കളെ കയറാൻ തുടങ്ങിയിട്ട് ഇതൊരു ഇറക്കം കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ഒരു സീറോ പോയിൻ്റാ അങ്ങനെ പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് 2 കിലോമീറ്റർ ഇറക്കം കിട്ടുമെന്ന് പറഞ്ഞത്. 2 ദിവസമായിട്ട് ഞാൻ കയറ്റുന്നതാ. പിന്നെ പറഞ്ഞാൽ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇറക്കാമെന്ന് പറയുന്നുണ്ട്. കുറേ നേരമായി 5 കിലോമീറ്റർ കഴിഞ്ഞാൽ തള്ളിട്ടണ് അല്ല തള്ളണ്. അതുകൊണ്ട് ഇവർക്കൊരു കണക്കില്ല ശരിക്ക്. നമ്മളിപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇപ്പോൾ പേര് നമുക്ക് ഗുരുവാർക്ക് പോകാൻ കഴിഞ്ഞാൽ 5 കിലോമീറ്റർ എന്ന് അറിയില്ലേ. ഇവരങ്ങനെയല്ല കണക്കിറക്കി. ഇവർ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15-20 കിലോമീറ്റർ ആവും. ഇവർക്ക് അറിയാണ്ടാണോ ഇവർ പറ്റിക്കണതാണോ ചിലപ്പോൾ ഇനി അത്ര പോയി എന്നുള്ള സമാധാനം കിട്ടില്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാവും. പക്ഷെ അത്ര ദൂരം കഴിയുമ്പോൾ നമ്മുടെ സമാധാനം പോവാണേ കഴിയൂല. ഇപ്പോൾ 2 മണിയാകുമ്പോൾ പറയുന്ന സമയം 4 മണിയാകുമ്പോഴേക്കും എവിടെയെങ്കിലും എത്തണം. അല്ലെങ്കിൽ കട്ട പോസ്റ്റാ. ഇതാണെങ്കിൽ ഇതിനുള്ളാകുമ്പോഴേ സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും ഇല്ല. കണ്ട 2 സൈഡിലും കാടാണ്. പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ ഈ പ്രാണി പറഞ്ഞില്ല ഇവിടെ കാകൊന്ന് കടിക്കും. ആയത്തിന് മുഖത്തൊന്നും കടിച്ചിട്ടില്ല. മുഖത്ത് കണ്ണിൻ്റെ മുകളിൽ കടിച്ച് കഴിഞ്ഞാൽ മറ്റേ സാധനം വീർത്തിട്ട് അത് കാരണമാണ് പണി. അയ്യോ ഇറക്കം കിട്ടിയ സുഖമായിരുന്നു. 2 തള്ളലാണ്. എത്ര നേരം ഈ തള്ളണ്. ആ ഒരു കട കിട്ടിയതാണ് ഭാഗ്യം. അതിനാകെ ഒരു മാഗി കിട്ടി, ഒരു ഓംപ്ലേറ്റ് കിട്ടി, നാരങ്ങി സാധനങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റാട് ഒരു ഡ്യൂവും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ എൻ്റെ കാര്യം കഥാ കൂട്ടി കഴിഞ്ഞു. അപ്പോഴേക്കും അടുത്ത കട കണ്ടുപിടിക്കണം. എന്തൊക്കെ ഒന്നിൻ്റെ മണ്ടയിലൊക്കെ എവിടെ കട കിട്ടാനാ? അതാണ് പ്രശ്നം. അയ്യോ അങ്ങനെ നല്ലട്ടെ. ചെറിയ കറക്കാൻ തോന്നുന്നുണ്ട്. ബാക്കിൽ ഇങ്ങനെ നോക്കി മറക്കാൻ പോലെ തോന്നും. പക്ഷെ ബാക്കിൽ നോക്കി നോക്കി കയറ്റായിട്ട് തോന്നുന്നത് കണ്ടോ. അമ്മോ മക്കളെ അങ്ങനെ നമ്മൾ ഗംഭീര ഒരു ഇറക്കം കിട്ടിയിട്ടാ. ഇറക്കം കിട്ടിയപ്പോഴേക്കും സൈക്കിളിൻ്റെ 2 ബ്രേക്കും പോയി. ഫുള്ള് കഴിഞ്ഞു. ഒന്നും ചെയ്യാനില്ല. നോക്കി ഇനി ഇവിടുന്ന് കുത്തനുള്ള ഇറക്കാം. 2 ദിവസം കഷ്ടപ്പെട്ടിട്ട് നോക്കി ബ്രേക്ക് ഫുള്ള് പോയി. എന്തിട്ട് ചെയ്യാന്നറിയില്ല. ഇവിടെ അല്ലെങ്കിൽ വെച്ചിട്ട് ടൈറ്റ് ആവണമില്ല. ഇത് എന്താ ചെയ്യാന്നറിയില്ല. തേങ്ങ പെട്ടുന്നായില്ല. ഓരോ പണി വരണത്. ഇപ്പോൾ നമ്മൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇത് ആസാമിലേക്ക് പോണ ടണലാണ്. പുതിയ ഒരു കൊല്ലമായിട്ടുള്ള ടണലാന്ന് പറഞ്ഞു. ഇവിടുന്ന് നേരെ റൈറ്റ് പോയി കഴിഞ്ഞാൽ തവാങ്ങിക്ക് പോണ വഴി. ഇത് എന്ന് പറഞ്ഞാൽ സെപ്പ മറ്റേ എന്താ പറയുക സെപ്പ ബനാന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന വഴിയാണ്. ഇവിടുന്ന് വന്നിറങ്ങി ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ആസാമിക്ക് പോവാ. നമുക്ക് റൈറ്റാണ് പോകണ്ട. റൈറ്റിക്ക് ഫുള്ള് കുത്താനുള്ള വഴിയാണ്. എന്താ ചെയ്യേണ്ടത് അറിയില്ല. പണി പാടി മക്കളെ. നോക്കട്ടെ എന്തായാലും. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്തുള്ള എവിടെയാണെന്ന് അറിയുമോ? നമ്മൾ ഇവിടെയാണ് ബ്രേക്ക് പൊട്ടിയിട്ട് അതുപോലെ ബ്രേക്ക് കടായിട്ട് നടന്ന് തുറന്നു തരാം. അങ്ങനെ ഇരുന്നിട്ട് അവിടുത്തെ ഇതിട്ട് വെച്ചു. ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റും. ഞാൻ അടിക്ക് പോയി കഴിഞ്ഞാൽ എത്തുന്നുള്ളതിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ കോലം കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ. ആ നിലയ്ക്കാണ് തട. ഒരു രക്ഷയില്ല. ഗംഭീരതാണെന്ന് അറിയില്ലേ. അങ്ങനെ ഇവിടെ ഇവരുടെ ഓഫീസുണ്ട്. അപ്പോൾ ഞാൻ ആ ദീദി പറഞ്ഞു ഇവിടുത്തെ ആളോട്, ഞാൻ ഇവിടെ ഷീറ്റ് കണ്ടപ്പോൾ ടെൻ്റ് അടിക്കാൻ വേണ്ടി ചോദിച്ചാൽ. അങ്ങനെ ദീദി ഇവിടുത്തെ ആളെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചോന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കിടന്നെന്ന് പറഞ്ഞേ. അപ്പോൾ ഞാൻ സൈക്കിൾ അവിടെ വെച്ചു. സാധനങ്ങളൊക്കെ എടുത്ത് ഉള്ളിൽ കയറ്റി ഉള്ളിൽ പോയപ്പോൾ ഗംഭീരതാണ്. മുകളിൽ വല്ല മക്കളെ നിലത്തോട്ട് കിടക്കാൻ പറ്റില്ല, മാറ്റിട്ട് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ കാണിച്ചു തരാം. ഒരു ഓഫീസാട്ടാ. അങ്ങനെ ഇതിനുള്ളിൽ വന്നിട്ട് ടെൻ്റ് അടിച്ച് കിടന്നു. ഞാൻ കണ്ടവിടെ ടെൻ്റ് അടിച്ചു. മക്കളെ ഇപ്പം തന്നെ എന്ത് താണെന്ന് അറിയുക. അസാമത്തെ ബോർഡർ എത്തിയിട്ടുള്ളൂ. അല്ല അസാം കൊണ്ട് കിടന്നിട്ടുള്ള ബോർഡറിൽ ടണൽ പുതിയ ടണൽ അവിടെ ഇത് തന്നിട്ടാണെന്താ. ഇതുകൊണ്ട് ഇപ്പോഴൊക്കെ ഉപകാരം ഉണ്ടാകുന്ന ഇപ്പോൾ മനസ്സിലാവണം. ഇങ്ങനെ ടീ ചെയ്യണം അതിനൊരു ശമനം. അങ്ങനെ അപ്പുറത്തെ മുമ്പിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ചൂട് പിടിക്കുക. ഇത് മൊത്തം 3 ആൾക്കാരുണ്ട്. എന്താണെന്ന് അറിയാം. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇവിടുത്തെ മെയിൻ ആളുണ്ട്. അയാൾ അവിടുത്തെ ദീദി വിളിച്ച് പറഞ്ഞിരുന്നു. അങ്ങനെ അയാൾ വന്നപ്പോൾ പറയുക നീ വരണേക്കാളും തൊട്ട് മുന്നായിട്ട് അവിടെ ഒരു ഹോട്ടലുണ്ടെന്നൊരു ടേണില്ലേ ഒരു 200 മീറ്റർ പോയി അവിടെ 2 പിള്ളേർ സൈക്കിൾ വന്നിട്ടെന്ന് പറഞ്ഞു സൗത്തിൽ നിന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ ആളോട് ചോദിച്ചു ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട പറഞ്ഞു. നിനക്ക് അയ്യായിരനോട് തന്നെ. ഞാൻ പറഞ്ഞു ഇല്ല സൗത്തിലത്തെ കാണാൻ വെച്ചാൽ പോയി കാണാൻ വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ആളവിടുത്തെ ഹോട്ടലിലത്തെ പിള്ളേർ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോൺ എടുക്കുന്നില്ല. നോക്കിയിട്ടാണല്ലേ അടിപൊളിയല്ലേ, പെടപ്പണ്ണാണല്ലേ പെടപ്പേ.
അയ്യോ ഇടാണല്ലേ രാത്രി കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി അങ്ങനെ എന്താ സംഭവിക്കാല്ലേ കടലിൽ കുറേ ആൾ കേട്ട് കേട്ടാ തണുപ്പ് എനിക്കറിയോ കളെ ഇത് തണുക്കാം അങ്ങനെ നമ്മൾ ചോറിനാൻ പോകാനുള്ള പരിപാടി സെറ്റായിട്ടാണ് ചോറ് അവർ പുറത്തു വന്നു ഒരു രക്ഷയില്ല മക്കളെ ഇതുകൊണ്ടൊക്കെ പറയും ശരിക്കും ഇപ്പോൾ മനസ്സിലാവണം അവിടൊക്കെ ഇങ്ങനെ മുഖത്ത് കിട്ടിയിട്ട് വലിച്ചു മുറുക്കി കിടക്കുക ഇപ്പോൾ സമാധാന കുറേ നാൾക്ക് ശേഷം വെജിറ്റേറിയൻ ഫുഡ് ഒരു ആ സമയത്ത് ആൾക്കാരെ പിന്നെ വിട്ടു ഞാൻ ഇവിടുത്തെ ആൾക്കാരെ എന്തായാലും നോൺ കിട്ടിയിരിക്കി പിന്നെ പാട്ട് കാര്യമില്ല അപ്പോൾ ഇതെങ്കിലും ഇത് വെച്ച് പടക്കട്ടെ കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ ബൈ